നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്ക കഴിയുമ്പോൾ വലിയൊരു ചോദ്യം ഫുട്ബോൾ ലോകത്തുണ്ട്. ബ്രസീലിന് ഇനി ആ പഴയ മികവിലേക്ക് തിരിച്ചെത്താൻ കഴിയില്ലേ? അടുത്ത വേൾഡ് കപ്പിലേക്ക് എങ്ങനെ ബ്രസീലിന് ഒരുങ്ങാൻ പറ്റും? ഈ ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ESPN FCയുടെ സൗത്ത് അമേരിക്കൻ കറസ്പോണ്ടൻറ്റ് ടിം വിക്കഴി ഒരു നീണ്ട ലേഖനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. ആഫ്റ്റർ സബ് കോപ്പ അമേരിക്ക ബ്രസീൽ ആർ ഫേസിങ് എ മേജർ റീസെറ്റ്. അതാണ് അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ. തീർച്ചയായിട്ടും ഒരു മേജർ റീസെറ്റാണ് ബ്രസീൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. ഈ രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ അവതാളത്തിലാകും. 5 കപ്പിൻ്റെ കഥ പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. മുന്നോട്ട് പോകണമെങ്കിൽ നന്നായിട്ട് റീസെറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെയുള്ളൊരു കാര്യം, അടുത്ത വേൾഡ് കപ്പിന് ഇനിയും 2 വർഷങ്ങളുണ്ട് എന്നുള്ളത് ബ്രസീലിന് പോസിറ്റീവാണ്. പക്ഷെ കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം ഏതാണ്ട് 18 മാസക്കാലമെങ്കിലും കടന്നു പോയിട്ടും ബ്രസീലിന് ഇപ്പോഴും 0 നിന്ന് തുടങ്ങണം, 1 നിന്ന് തുടങ്ങണം എന്ന അവസ്ഥ. അത് പരിതാപകരമാണ്. ടിറ്റ പോയിട്ട് പകരം കൊണ്ടുവന്നവരാരും ക്ലച്ച് ആയില്ല എന്നുള്ളതൊരു പ്രശ്നം. ദൊറിവാൾ ജൂനിയർ ബ്രസീലിനൊത്ത കോച്ചാണോ എന്നുള്ള മറ്റൊരു ചോദ്യം. ഇതെല്ലാം വിശദമായിട്ട് ഈ ഒരു ലേഖനത്തിൽ പരിശോധിക്കുന്നുണ്ട്. ഇപ്പം ഫുട്ബോളിൽ നമുക്കറിയാമല്ലോ, ഒരു ടീം ആ ഒരു എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് പെർഫോം ചെയ്യുന്നില്ല എന്ന് വരുമ്പോൾ അവരുടെ സൂപ്പർ താരം കൂടി കളിക്കളത്തിലില്ലെങ്കിലോ എല്ലാവരും പറയും ആ സൂപ്പർ താരത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ അവനില്ലാത്തത് പ്രശ്നമായി എന്ന്. ആ അർത്ഥത്തിൽ ഈ കോപ്പ അമേരിക്കയിലെ വിന്നർ നെയ്മർ ജൂനിയറാണ്. നെയ്മറുടെ പ്രാധാന്യം എത്രത്തോളമാണ് ബ്രസീലിയൻ ദേശീയ ടീമിൽ എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞ ഒരു ടൂർണമെൻ്റാണ് കടന്നു പോയിരിക്കുന്നത്. യെസ്, ബ്രസീൽ US ഒരു കളിയും തോറ്റിട്ടില്ല. ഷൂട്ടൗട്ടിലാണ് തോറ്റത്. 90 മിനിറ്റിൽ ഒരു കളിയും തോറ്റിട്ടില്ല. പക്ഷെ ജയിച്ചതോ ഒറ്റ കളി മാത്രമാണ് ജയിച്ചത് എന്ന കാര്യം കൂടി നോക്കുക. അത് മതിയാവില്ല ബ്രസീൽ പോലുള്ളൊരു ടീമിന് മുന്നോട്ട് പോകാൻ. ഇപ്പം ഒരു യങ് അറ്റാക്കിനെയാണ് ഡൊറിവാൾ ജൂനിയർ കളിക്കളത്തിലേക്ക് വിട്ടത്. വിനി ജൂനിയർക്ക് അതിൽ വലിയ ഒരു റോള് വഹിക്കാനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ആ ഒരു റോള് വഹിക്കുന്നതിൽ പരാജയപ്പെട്ടു. പുതിയൊരു അറ്റാക്കിംഗ് നിരയെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം പക്ഷെ അവസാനിച്ചത് എല്ലാ വഴികളും നെയ്മറിലേക്ക് എന്ന രൂപത്തിലാണ്. നെയ്മർ മടങ്ങി വരണം എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി. അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറിയിൽ നിന്ന് അദ്ദേഹം ഫുള്ളി റിക്കവേർഡായി വരുന്നേയുള്ളൂ. സെപ്റ്റംബറിലൊക്കെ ആയിരിക്കും അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുക എന്ന് സൂചനകൾ ഓൾറെഡി അൽ ഹിലാലിൻ്റെ കോച്ച് ഹോർഗെ ഹീസസ് നമുക്ക് തന്നതുമാണ്. സോ ഇപ്പം ഈ കോപ്പ അമേരിക്കയിൽ പോലും നെയ്മർ ജൂനിയറുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം കളി കാണാൻ വേണ്ടി, ആദ്യത്തെ 2 കളികൾ കാണാൻ വേണ്ടി വന്നു. ഡാനിലോയും ഒരു താരവും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ, ഡാനിലോയും ഒരു ആരാധകനും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ നെയ്മർ ഡാനിലോയെ ആശ്വസിപ്പിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഒരു പക്ഷേ കളിക്കളത്തിൽ നെയ്മർ ഇല്ലായിരുന്നെങ്കിലും ഗാലറിയിലുള്ള നെയ്മറുടെ സാന്നിധ്യം ബ്രസീൽ ടീമിന് ഒരാശ്വാസമായിരുന്നു. എന്നാൽ കാര്യങ്ങൾ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ അത്തരത്തിലല്ല സംഭവിച്ചത്. ഉറുഗ്വായ്ക്കെതിരെയുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിനിടക്കായിരുന്നല്ലോ അദ്ദേഹത്തിന് പരിക്ക് പറ്റി പുറത്തേക്ക് പോവേണ്ടി വന്നത്. നെയ്മർ ആരാണ് ബ്രസീലിന് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം മുൻ ബ്രസീലിയൻ കോച്ച് ടിറ്റ നൽകിയിട്ടുണ്ടല്ലോ. നെയ്മർ ബ്രസീൽ ടീമിൻ്റെ ബവും ആരോയുമാണ്, അമ്പും വില്ലുമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഗോള് സെറ്റ് ചെയ്യുന്നതും അവനാണ്, ഗോളടിക്കാനും അവൻ വേണം. അപ്പോഴാണ് ഒരാൾ അമ്പും വില്ലും ആവുന്നത്. സോ നെയ്മർ ജൂനിയർ ബ്രസീൽ ടീമിന് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞത് ബ്രസീലിൻ്റെ മുൻ കോച്ച് ടിറ്റയാണ്. അത് പൂർണ്ണമായും ശരിയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷേ ഇനിയിപ്പോൾ നെയ്മർ മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു പ്രതിസന്ധിയാകുമോ എന്ന ചോദ്യവും കൊണ്ട് അടുത്ത ഫെബ്രുവരിയിലേക്ക് നെയ്മർക്ക് 33 വയസ്സാവുകയാണ്. വേൾഡ് കപ്പിലേക്കൊക്കെ എത്തുമ്പോൾ 10-35 വയസ്സിനോട് അടുത്തായിരിക്കും നെയ്മർക്ക് പ്രായമുണ്ടാവുക എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെയുള്ളൊരു നെയ്മർ ജൂനിയറെ വെച്ചുകൊണ്ട് ബ്രസീൽ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെ അവിടുത്തെ പ്രതിഭാദാരിദ്ര്യമാണോ കാണിക്കുന്നത് എന്നതും പലരും ചോദിക്കുന്നുണ്ട്. ബ്രസീലിൽ നിന്ന് ലോകമടക്കി ഭരിച്ചൊരു കാനറി ചിറകടിച്ചുയർന്നിട്ട് കാലം എത്രയായി? വിനിയിൽ ആ പ്രതീക്ഷയുണ്ട്. പക്ഷെ ദേശീയ ടീമിനായിട്ട് വിനിക്ക് ഇതുവരെ ആ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പം നെയ്മറുടെ റോള് കളി സെറ്റ് ചെയ്യുക, ഗോളടിക്കുക, രണ്ടും അദ്ദേഹം ചെയ്യുന്നുണ്ട്. വിനിക്കത് അത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടുള്ള ഭാഗത്ത് അദ്ദേഹം ഉണ്ടാവാം. പക്ഷേ
ഫിനിഷർ എന്ന രൂപത്തിൽ വിനി എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഒരു സംശയം തന്നെയാണ് ഇപ്പോഴും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബ്രസീൽ ടീമിൻ്റെ കളി ഈ ഒരു കോപ്പയിൽ പലപ്പോഴും വമ്പൻ ടീമുകൾക്കെതിരെയാണല്ലോ അവസാനത്തെ കളികളൊക്കെ വന്നത്. കൊളംബിയയും ഉറുഗ്വായും ലാറ്റിൻ അമേരിക്കയിലെ വമ്പൻ ടീമുകളാണ്. അവർക്കെതിരെ കളിക്കുമ്പോൾ ഗോളിലേക്ക് പന്തുമായിട്ട് മുന്നേറാൻ പോലും ബ്രസീൽ ബുദ്ധിമുട്ടുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടു. അതിന് വേണ്ടത് മധ്യനിരയിൽ കളി പിടിച്ചുകൊണ്ട് ടീമിനെ സഹായിക്കാൻ ഒരാളുണ്ടാവണം. കാസമിറോക്ക് അത് സാധിക്കുമായിരുന്നു. കാസമിറോയെ ടീമിലെടുത്തില്ലല്ലോ. എന്നിട്ട് അന്ന് കോച്ച് പറഞ്ഞത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ കാസമിറോക്ക് ടീമിൽ ഇടം കൊടുക്കേണ്ടതില്ല, പക്ഷെ കാസമിറോയെ എക്കാലത്തേക്കുമായിട്ട് ഒഴിവാക്കിയതല്ല, കാസമിറോയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഇനിയുള്ള അവസരങ്ങളിലും അദ്ദേഹത്തെ പരിഗണിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കാസമിറോയെ പോലുള്ള ഒരാളുടെ സാന്നിധ്യം അത്യാവശ്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും മറ്റുമൊക്കെ അത്യാവശ്യമായിരുന്നു. ബ്രൂണോ ഗുയിമാറസിന് തീർച്ചയായിട്ടും ടാലൻ്റ് ഉണ്ട്, പക്ഷെ ലഭിച്ച അവസരം അദ്ദേഹം മുതലാക്കിയിട്ടുണ്ടോ? ഇല്ല എന്ന് പറയേണ്ടി വരും. ന്യൂകാസിൽ യുണൈറ്റഡിന്റെ താരത്തിനെ കളി ഡിക്റ്റേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല. ജാവോ ഗോമസിന്റെ കാര്യത്തിലും അതൊക്കെ തന്നെയാണ് സംഭവിച്ചത്. സോ ഗുയിമാറസ് ഇവിടെ ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ളൊരു പെർഫോമൻസാണ് നടത്തിയതെന്ന് പറയുമ്പോൾ കോച്ച് ഡൊറിവാൾ ജൂനിയറിന്റെ പെർഫോമൻസോ, ഒരു കോച്ച് എന്ന നിലയിൽ അദ്ദേഹം വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ബ്രസീലിൻ്റെ ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് ടിറ്റ പോയപ്പോൾ കാർലോ ആഞ്ചലോട്ടിയെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. റമോൺ മെനസസിനെ 2 കളിക്ക് പരിശീലകനാക്കിയിട്ട് ഫെർണാണ്ടോ ഡിനിസിനെ കൊണ്ടുവന്നപ്പോൾ ഫെർണാണ്ടോ ഡിനിസിനെ ഇൻട്രിം കോച്ചായിട്ടാണല്ലോ വെച്ചത്. അദ്ദേഹത്തിൻ്റെ ക്ലബിൻ്റെ കോച്ചും ദേശീയ ടീമിൻ്റെ കോച്ചുമായിട്ട് 1 കൊല്ലം പൂർത്തീകരിക്കും. പിന്നെ ഈ കോപ്പ അമേരിക്കയ്ക്ക് മുമ്പ് ആഞ്ചലോട്ടി ബ്രസീലിൻ്റെ പരിശീലകനാകും. ഇതായിരുന്നു പ്ലാൻ. അതിനുവേണ്ടി ആഞ്ചലോട്ടിയുമായിട്ട് ഇൻറ്റേർണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ധാരണ പോലും ഉണ്ടാക്കിയെടുത്തിരുന്നു. പക്ഷേ ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷനിൽ CBF ഉണ്ടായ ചില പ്രശ്നങ്ങൾ, എഡനാൾഡോ റോഡ്രിഗസിനെ കുറച്ചു കാലം പുറത്താവേണ്ടി വന്നത്, ഇതൊക്കെയാണ് കാര്യങ്ങൾ മാറ്റിമറിച്ചത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഒരു സൊല്യൂഷൻ എന്ന രൂപത്തിൽ ഡൊറിവാൾ ജൂനിയർ പിന്നെ കോച്ചാക്കി ആഞ്ചലോട്ടി റയലിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പോൾ ഡൊറിവാൾ ജൂനിയർ ബ്രസീൽ പോലുള്ളൊരു ടീമിൻ്റെ കോച്ചാവാൻ എത്രത്തോളം യോഗ്യനാണ് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. ഇപ്പോൾ ഈ കോപ്പയിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം തന്നെ എടുത്തു നോക്കിയാൽ മതി. ഒരു കോച്ചിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ടീമിൻ്റെ സെലക്ഷൻ, അതുപോലെ തന്നെ ടീമിന് വേണ്ടി കാര്യങ്ങൾ ഒരുക്കുന്നത്, പിന്നെ ടീമിന് ആത്മവിശ്വാസം കൊടുക്കേണ്ടത്. ഈ കാര്യങ്ങളിൽ അദ്ദേഹം എത്രത്തോളം വിജയിച്ചിരുന്നു. സെലക്ട് ദി ടീം, ഡിറ്റർമൈൻ ദി സ്ട്രാറ്റജി ആൻഡ് സെറ്റ് ദി ഇമോഷണൽ ടോൺ. ഇങ്ങനെ 3 കാര്യങ്ങളുണ്ട്. ടീം സെലക്ഷൻ, അവിടെ ചില പ്രധാന താരങ്ങളെ മിസ് ചെയ്തു എന്നുള്ളത് പ്രശ്നമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജികൾ, അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സുകൾ പലപ്പോഴും വളരെ വലിയ രൂപത്തിൽ പൊട്ടിപ്പോകുന്നത് ഈ കഴിഞ്ഞ കോപ്പ അമേരിക്കയിൽ നമ്മൾ കണ്ടു. നമ്മളൊരു ടാക്ടിക്കൽ അനാലിസിസ് ബ്രസീലിയൻ എക്സ്പെർട്ട് നടത്തിയത് ആ ഘട്ടത്തിൽ വീഡിയോ ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇത് ഒരു താരത്തിൻ്റെ മിസ്റ്റേക്ക് അല്ല ബ്രസീലിൻ്റെ തോൽവിക്ക് കാരണമായത്, ടോട്ടലി ഒരു സിസ്റ്റം ഫെയിലിയർ ആയതാണ് എന്ന് അന്നത്തെ ദിവസം നമ്മൾ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ആ ഒരു ഇമോഷണൽ ടോൺ സെറ്റ് ചെയ്യണം, താരങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കുകയും മറ്റുമൊക്കെ ചെയ്യണം. പല ഘട്ടങ്ങളിലും അദ്ദേഹം അതിൽ പുറകോട്ട് പോയി. വളരെ അധികം പ്രഷർ കയറിയ രൂപത്തിൽ സൈഡ് ലൈനിൽ അദ്ദേഹം നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജസ്റ്ററുകളുമൊക്കെ അങ്ങനെയായിരുന്നു. അത് മാത്രമല്ല, ഇപ്പം ഒരു കാര്യവുമില്ലാത്ത ഒരു ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ, വിജയത്തിനോ റിസൾട്ടിനോ ഒരു പ്രാധാന്യവുമില്ലാത്ത മത്സരത്തിൽ വിനി ജൂനിയറെ കളിക്കളത്തിലേക്ക് ഇറക്കി. റിസ്ക് അവിടെ എടുത്തു. ഫലം എന്താണ്? ഒരു യെല്ലോ കാർഡ് കൂടി കിട്ടി. അദ്ദേഹത്തിന് ക്വാർട്ടർ ഫൈനൽ കളിക്കാൻ പറ്റാതെ വന്നു. അതിനൊന്നും ഒരു ന്യായീകരണവുമില്ല ആ തീരുമാനത്തിനൊന്നും. അന്ന് പറഞ്ഞത് വമ്പൻ ടീമിനെതിരെ കളിക്കുമ്പോൾ ഫുൾ സ്ട്രെങ്ത്തുമായിട്ട് ബ്രസീൽ ഇറങ്ങും, അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെയായിരുന്നു കോച്ച്. പക്ഷേ എന്താണ് ആ റിസൾട്ടിൻ്റെ കാര്യത്തിൽ പ്രാധാന്യം ഉണ്ടായിരുന്നത് എന്നൊരു ചോദ്യം അവിടെ അപ്പോഴുമുണ്ട്. പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടിൻ്റെ സമയത്തെ സംഭവ വികാസങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം ആ പ്ലെയേഴ്സിൻ്റെ റൗണ്ടിൽ പോലും ഉണ്ടായിരുന്നില്ല. ഒരു ലോ കീ ഫിഗറാണ് ബ്രസീലിയൻ ടീമിലെ ഡൊറിവാൾ ജൂനിയർ എന്ന ഒരു തോന്നലാണ് ആ ഘട്ടത്തിൽ ഉണ്ടായത്. വലിയ രൂപത്തിൽ വിമർശനങ്ങൾ അപ്പോൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ 0-ൽ നിന്ന് വീണ്ടും തുടങ്ങേണ്ട അവസ്ഥയാണ് ബ്രസീലിനുള്ളത്. എന്തായാലും കോച്ചിനെ പറഞ്ഞു വിടുന്നില്ല എന്ന് എഡനാൾഡോ റോഡ്രിഗസ് പറഞ്ഞിട്ടുണ്ടല്ലോ.
കാരണം എല്ലാവർക്കും അറിയാം ഇനിയിപ്പോൾ ഒരു പുതിയ കോച്ച് വന്ന് പുതിയ സിസ്റ്റം അതിലേക്ക് ഇമ്പോസ് ചെയ്ത് താരങ്ങൾ അതിനോട് അഡാപ്റ്റഡ് ആയി ഒക്കെ വരുമ്പോഴേക്കും സമയം അങ്ങ് കടന്നു പോകും. അതുകൊണ്ട് തന്നെ ഡൊറിവാൾ ജൂനിയർ തന്നെയായിരിക്കും തുടരുക. അടുത്ത മത്സരങ്ങൾ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിട്ട് 6 വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ ബ്രസീലിന് കളിക്കാനുണ്ട്. അതിലെ റിസൾട്ട് തീർച്ചയായിട്ടും എഡനാൾഡോ റോഡ്രിഗസും സംഘവും നന്നായിട്ട് അനലൈസ് ചെയ്യുകയും ഡൊറിവാൾ ജൂനിയർ തുടരുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം അതോടുകൂടി വരികയും ചെയ്യും. ഇനിയിപ്പോൾ ഇക്വഡോറിനെതിരെയും പരാഗ്വയ്ക്കെതിരെയുമാണ് അടുത്ത മത്സരങ്ങൾ വരാനുള്ളത്. അതിൽ ഇക്വഡോറിനെതിരെ ഹോം മത്സരവും പരാഗ്വയ്ക്കെതിരെ എവേ മത്സരവുമാണ് വരുന്നത്. പക്ഷേ ഇവിടെ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ? സാധ്യത കുറവാണ്. സെപ്റ്റംബറിലെ മത്സരങ്ങൾക്ക് നെയ്മർ ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്ന് കോച്ച് തന്നെയാണ് പറഞ്ഞത്. ഒക്ടോബർ മത്സരങ്ങളിലേക്ക് ഒരു പക്ഷേ നമുക്ക് നെയ്മറെ കാണാൻ കഴിഞ്ഞേക്കും. അപ്പം പരിഹാരം എന്തായാലും ബ്രസീൽ ടീമിന് വേണ്ടതുണ്ട്. കൂടുതൽ താരങ്ങളെ ലോക്കൽ ലീഗിൽ നിന്ന് ഉൾപ്പെടുത്തുമോ എന്നുള്ള ചോദ്യവുമുണ്ട്. ഇപ്പോൾ ലോക്കൽ ലീഗിൽ നിന്ന് താരങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അതൊക്കെ ഒരു ക്രൗഡ് പ്ലീസറാണ്. അവിടുത്തെ ആരാധകർക്ക് അത് കൂടുതൽ ഇഷ്ടമായിരിക്കും. പക്ഷേ റിസൾട്ട് വരുമോ എന്നുള്ള ചോദ്യം അപ്പോഴും അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമിന്, സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടീമിന് ഒരു നല്ല നമ്പർ 9 പ്ലെയർ ഇല്ലാതെ കളിക്കുക എന്നുള്ളത് ഒട്ടും ഗുണകരമല്ല. അപ്പോൾ ഒരു പക്ഷേ ടിക്കിഞ്ഞോ, അതായത് ബുട്ടോഫോഗയുടെ ടിക്കിഞ്ഞോ സോറസോ, അല്ലെങ്കിൽ പെനാൽറ്റി ഏരിയ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഫ്ലെമിംഗോയുടെ പെഡ്രോയോ ഒക്കെ വരുന്ന മത്സരങ്ങൾക്ക് സ്ക്വാഡിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ വേൾഡ് ക്ലാസ് ഡിഫൻസിനെതിരെ എങ്ങനെ ഈ 2 താരങ്ങൾ കളിക്കും എന്നുള്ളത് ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. എന്നാൽ എസ്റ്റവായോ വില്യൻ യുവതാരം വല്ലാത്തൊരു ടാലൻ്റാണ് അദ്ദേഹം. അദ്ദേഹത്തെ അടുത്ത മത്സരങ്ങളിലേക്ക് വിളിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഏതായാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നെയ്മറുടെ മടങ്ങി വരവ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്തൊരു വേൾഡ് കപ്പ് 2026 വേൾഡ് കപ്പിൽ ഇപ്പോഴത്തെ രൂപത്തിലാണ് മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ എസ്റ്റവായോക്ക് വലിയ ഒരു റോള് ബ്രസീൽ ടീമിൽ വഹിക്കാനുമുണ്ട്. നെയ്മർ ജൂനിയറുടെ മടങ്ങി വരവ് ആരാധകരെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട കാര്യം വേൾഡ് കപ്പ് ക്വാളിഫയർ എന്നുള്ളത് തന്നെയാണ്. വേൾഡ് കപ്പ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ അത്ര ബുദ്ധിമുട്ടാണ് എന്നൊരിക്കലും പറയാൻ പറ്റില്ല. 48 ടീമുകളുടെ വേൾഡ് കപ്പാണല്ലോ അടുത്തത് വരാൻ പോകുന്നത്. അതുകൊണ്ട് കോപ്പ അമേരിക്കയിലെ റിസൾട്ട് അങ്ങ് നമുക്ക് മാറ്റിവെക്കാം. ഇനി കോൺമെബോളിൻ്റെ മേഖലയിലെ 10 ടീമുകളിൽ 6 ടീമുകൾക്കും ക്വാളിഫിക്കേഷൻ ലഭിക്കും. ബ്രസീൽ ഇപ്പോൾ 6ാം സ്ഥാനത്താണ് ഉള്ളത്. ഇനിയിപ്പോൾ 7ാം സ്ഥാനത്തേക്ക് വീണാൽ അവിടെ ഒരു ഇൻ്റർ കോണ്ടിനെൻ്റൽ ആയിട്ടുള്ള പ്ലേ ഓഫിനുള്ള സാധ്യതയുമുണ്ട്. ചുരുക്കത്തിൽ ബ്രസീലിൻ്റെ വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യത ഒന്നും അത്ര വലിയ ഡേഞ്ചറിലൊന്നുമല്ല. പക്ഷേ നിലവിലെ സാഹചര്യം അത്ര മികച്ചതല്ല എന്നുള്ളതും നമ്മൾ സമ്മതിച്ചേ പറ്റൂ. നെയ്മറുടെ മടങ്ങി വരവ് മാത്രം ഒരു സൊല്യൂഷനായിട്ട് കാണേണ്ടതില്ല. ടീമിനെ തന്നെ ഒരു മേജർ റീസെറ്റിലേക്ക് കൊണ്ടുപോവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. ഏതായാലും ബ്രസീലിന് മുന്നിൽ അടുത്ത വേൾഡ് കപ്പിന് ഇനിയും 2 വർഷമുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് 18 മാസം കഴിഞ്ഞിട്ടും ഇനിയും 0-ൽ നിന്ന് തുടങ്ങണം എന്നുള്ളത് അത്ര നല്ല ഒരു കാര്യവുമല്ല. ഇതാണ് പ്രധാനമായിട്ടും ESPN FCയുടെ സൗത്ത് അമേരിക്കൻ കറസ്പോണ്ടൻറ്റിൻ്റെ ലേഖനത്തിൽ അദ്ദേഹം നിരീക്ഷിച്ചു വെച്ചിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട അന്തസത്തകൾ എടുത്തെന്നുള്ളൂ. ബാക്കി നമ്മുടേതായ രീതിയിൽ പറഞ്ഞതാണ്. ഇപ്പോൾ ഇതിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ബ്രസീൽ ഇനിയും 0-ൽ നിന്ന് തുടങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.